എറണാകുളം കോതമംഗലം നെല്ലിക്കുഴിയിൽ 6 വയസ്സുകാരിയെ കൊന്ന കേസിൽ രണ്ടാനമ്മയായ നിഷയെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രണ്ടാനമ്മ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇന്നലെ പോലീസ് വ്യക്തമാക്കിയിരുന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്താനുണ്ടായ കാരണവും നിഷ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മൊഴിയായി നൽകി. വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, വിവരങ്ങൾ. വൃന്ദ, ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഈ കുട്ടിയെ മരിച്ചനിലയിൽ കണ്ടെത്തുന്നത്. ഇതിനുശേഷം ഈ മാതാപിതാക്കൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ ഈ കുട്ടിയുടെ മരണത്തിന് അസ്വാഭാവികത മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ പോലീസിന് വിവരം അറിയിച്ചു. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ കുട്ടിയുടെ മരണം അത് സ്വാഭാവിക മരണമല്ല, മറിച്ചൊരു കൊലപാതകമാണ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക്, ആ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. തുടർന്ന് ഈ കുട്ടിയുടെ അച്ഛനെയും ഒപ്പം തന്നെ രണ്ടാനമ്മയെയും പോലീസ് മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യൽ വിധേയരാക്കിയിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് ഈ കേസിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ കേസിൽ കുട്ടിയുടെ രണ്ടാനമ്മയായിട്ടുള്ള അനിഷ എന്ന നിഷ ആണ് ഈ പ്രതിയായിരിക്കുന്നത്. അവരാണ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് ഇവർ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. പോലീസ് നൽകിയിരിക്കുന്ന മൊഴിയും അങ്ങനെ തന്നെയാണ്. ഇവർ പറഞ്ഞത് തന്റെ കുട്ടിയല്ല, അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് അതാണ് കൊലപാതകത്തിലേക്കുള്ള കാരണമായി ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം തന്നെ ഇനി ഒരു കുട്ടി കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ കുട്ടിയുടെ ഈ സാന്നിധ്യം അത് തങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കുട്ടിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. അങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. ഈ കൊലപാതകത്തിൽ പക്ഷേ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള അജാസ് ഖാന് പങ്കില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇയാൾ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഈ രണ്ടാനമ്മയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പോലീസിന് നടത്തിയിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് ഇവർ കുറ്റം സമ്മതിച്ചത്. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ നടത്തിയെങ്കിലും ഇവർ കുറ്റം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം പോലീസ് തെളിവുകൾ തരത്തിലുള്ള ചോദ്യം ചെയ്യൽ നടത്തിയതോടുകൂടി ഇവർ കുറ്റം സമ്മതിക്കുക. എന്തായാലും ഇവരെ കോടതിയിൽ ഹാജരാക്കും. ശരി, എബി.